നമസ്കാരം. ആദ്യം പറയാനുള്ളത്, നമ്മുടെ രാജ്യം അതിൻ്റെ പരിണാമദിശയിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഒരു അപരാധം, അതിന് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ വലിയൊരു നീതി ഇപ്പോൾ നടപ്പാക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു നന്ദികേടിന് നമ്മളിപ്പോൾ വലിയൊരു പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ആ സംഭവത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യം സമീപ ദിവസം ഉണ്ടായ ഒരു വാർത്ത അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സംഭവം ഇങ്ങനെയാണ്. നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാന കമ്പനി ഉണ്ടല്ലോ, അത് ഒരു വാർത്ത സൃഷ്ടിച്ചു. കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ ലോകത്തെ ആദ്യ അഞ്ച് കമ്പനികളുടെ പട്ടികയിലേക്ക് എയർ ഇന്ത്യ കടന്നു വന്നു. എയർ ഇന്ത്യയുടെ റാങ്കിങ് 4ആണ്. ഈ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ട മാധ്യമങ്ങളുടെയൊക്കെ താഴെ വന്ന പ്രതികരണങ്ങളിലേറെയും പരിഹാസച്ചിരിയായിരുന്നു. അപ്പം അതിന് കാരണം, ഈ വാർത്ത കാണുന്നവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ ദൃശ്യം സർവീസുകൾ മുടങ്ങുന്നത്, അല്ലെങ്കിൽ സമയത്ത് പുറപ്പെടാനാകാത്തത്, അല്ലെങ്കിൽ വിമാനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയവരുടെ വൈകാരിക പ്രതികരണങ്ങൾ. ഒരുപാട് ദുരിതങ്ങൾ എയർ ഇന്ത്യ മുൻകാലങ്ങളിൽ സമ്മാനിച്ചിട്ടുണ്ട്. ഈ ഓർമ്മകൾ വേട്ടയാടുന്നത് കൊണ്ടാവാം പലരും ഈ വാർത്തയോട് ഒരു പരിഹാസ രൂപേണ പ്രതികരിച്ചത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ അധ്യായമാണ്, അടഞ്ഞ അധ്യായമാണ്. കാലം മാറി. കാരണം 2022 ശേഷം എയർ ഇന്ത്യയുടെ കാര്യത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. അതിന് കാരണം ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വന്തം കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു സ്വകാര്യ കമ്പനിയാണ്. പക്ഷേ ആ കമ്പനിയുടെ ആദ്യ മുദ്രാവാക്യം ഇന്ത്യ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സ്വന്തം കമ്പനി എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെന്നും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കമ്പനി എന്ന നിലയിലാണ് ടാറ്റയെ ആ രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ സ്വന്തം കമ്പനിയായ ടാറ്റ എയർ ഇന്ത്യയെ ഏറ്റെടുത്തിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാല അർത്ഥത്തിൽ പറഞ്ഞാൽ ടാറ്റയുടെ വിസ്താര എന്ന് പറയുന്ന കമ്പനിയും എയർ ഇന്ത്യയും ലയിച്ചു. ഇപ്പോൾ അതൊരൊറ്റ കമ്പനിയായിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഇതിന് ശേഷം എയർ ഇന്ത്യയിൽ വന്ന വിപ്ലവകരമായ മാറ്റങ്ങളുടെ ഫലമാണ് ഈ രീതിയിൽ ലോക റാങ്കിങ്ങിൽ ആദ്യ 5-ൽ 4ാമത് സ്ഥാനത്തേക്ക് ആ എയർ ഇന്ത്യ എത്തപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് അതിലുണ്ടായത് എന്ന് മനസ്സിലാക്കാം. ഇവർ ഏവിയേഷൻ അനലിസ്റ്റ് നടത്തുന്ന സിറിയം എന്ന് പറയുന്ന ഒരു കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് എയർ ഇന്ത്യക്ക് ഈ റാങ്കിങ് കിട്ടിയത്. അപ്പോൾ അവരുടെ അനുമാനത്തിൽ അവർ ട്രാക്ക് ചെയ്ത 15,135 സർവീസുകളിൽ എയർ ഇന്ത്യ 86.85% ആ സർവീസുകൾ യഥാസമയം അതിൽ ആ സർവീസുകൾ ലാൻഡ് ചെയ്തു. 86.23% കൃത്യസമയത്ത് തന്നെ ആ സർവീസുകൾ പുറപ്പെട്ടു. 99.7%, ഏതാണ്ട് 100% തന്നെ സർവീസുകൾ യഥാവിധി പൂർത്തിയാക്കുകയും ചെയ്തു. ചില സമയത്ത് ചില വിമാനങ്ങൾ റദ്ദാക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും ചില സാങ്കേതിക കാരണങ്ങളാൽ. അപ്പോൾ അങ്ങനെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ സർവീസുകൾ മുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ റേറ്റിംഗിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എയർ ഇന്ത്യ 4ാമത് റാങ്കിങ്ങിലേക്ക് വന്നത്. അപ്പോൾ ലോകത്തെ പ്രമുഖ കമ്പനികളായ എമിറേറ്റ്സ്, സിംഗപ്പൂർ എയർലൈൻസ് ഇവരെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് എയർ ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത് എന്നതുകൂടി ഓർക്കണം. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ രാജ്യം കടന്നു വന്ന വഴിയിൽ എപ്പോഴോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഒരു നീതികേടിൻ്റെ പ്രായശ്ചിത്തമാണ് ഈ ഒരു പരിപാടി എന്നുള്ളതുകൂടി ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണം JRD ടാറ്റ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷനെ നമ്മൾ ഓർക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ വലിയ പങ്കുവഹിച്ച ടാറ്റ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നെടുനായകത്വം വഹിച്ച ഒരാളാണ്. അപ്പോൾ ഈ JRD ടാറ്റ അദ്ദേഹം മറ്റൊരു രീതിയിൽ ഇന്ത്യയിലെ ആദ്യകാല കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ആൾ കൂടിയാണ്. ഏതാണ്ട് 90കളുടെ തുടക്കത്തിലാണ് ഈ സംഭവമൊക്കെ. അപ്പോൾ ഇദ്ദേഹമാണ് രാജ്യത്തെ ആദ്യത്തെ വിമാന സർവീസ് ആരംഭിച്ചത്. കൃത്യം പറഞ്ഞാൽ 1932 JRD ടാറ്റ എയർലൈൻസ് എന്ന പേരിൽ വിമാന സർവീസുകൾ തുടങ്ങിയത്. അതിൻ്റെ കാരണം അന്ന് ബ്രിട്ടീഷ് ഭരണം ആയിരുന്നു. അന്ന് യാത്ര എന്നതിലുമുപരി തപാൽ സർവീസിന്, അല്ലെങ്കിൽ ഈ പാഴ്സലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിവേഗം എത്തിക്കുക. അന്നത്തെ കാലത്ത് ടെലഫോണൊന്നും ഇല്ലല്ലോ, കത്തുകളാണ്. ഇപ്പോൾ ഒരിടത്തു നിന്ന് അയക്കുന്ന കത്ത് എത്രയും വേഗം, ഇപ്പോൾ അന്ന് കപ്പൽ മാർഗമൊക്കെ അയക്കുന്ന കപ്പൽ മാർഗം അയക്കുന്ന കത്തുകളെല്ലാം ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അഡ്രസ്സിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ വിമാനമാർഗം എത്തുകയാണെങ്കിൽ കുറേ കൂടി വേഗതയിലെത്തും. അന്ന് അതിന് വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് അധികൃതർ അന്ന് ഈ JRD ടാറ്റ എന്ന് പറയുന്ന അത്യാവശ്യം ധനാഢ്യനാണ്. അദ്ദേഹത്തെ സമീപിച്ച് ഒരു വിമാന സർവീസിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ആവേശപൂർവ്വം ആ ഓഫർ സ്വീകരിക്കുകയും അദ്ദേഹം ഈ തപാലുകൾ കൈകാര്യം ചെയ്യാൻ ആദ്യത്തെ സർവീസ് കറാച്ചിയിൽ നിന്ന് പുറപ്പെട്ട് മുംബൈയിൽ എത്തിച്ച് അങ്ങനെ എന്തോ ആണ്. കറാച്ചിയിൽ നിന്നാണ് ആദ്യ സർവീസ് പുറപ്പെട്ടതെന്നും പറയുന്നു.
ഈ ഒരു വിമാന സർവീസ് തുടങ്ങിയത്. പിന്നീട് 48 മറ്റോ ആണ് അദ്ദേഹം ഇതൊരു യാത്രാ വിമാനമെന്ന രീതിയിൽ പാസഞ്ചർ സർവീസിന് ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് ആണ്, ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്കാണ് ആദ്യ അന്താരാഷ്ട്ര സർവീസ് ടാറ്റയുടെ കീഴിൽ വരുന്നത്. പിന്നെ നമ്മുടെ രാജ്യത്തുടനീളം ഡെക്കോട്ട പോലെയുള്ള ചെറു വിമാനങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തുടനീളം സർവീസ് നടത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ആദ്യത്തെ സർവീസ് വന്ന് ലാൻഡ് ചെയ്തത് നമ്മുടെ ഗോവ വഴി തിരുവനന്തപുരത്താണ് എന്നുള്ളൊരു ചരിത്രവും കൂടി ഉണ്ട്. അപ്പോൾ അന്ന് ആദ്യം നടത്തിയ വിമാന സർവീസിൽ 5 യാത്രക്കാർ മറ്റോ ആണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തുള്ള ഒരു ബ്രിട്ടീഷ് വ്യവസായിയായിരുന്നു ആദ്യ ടിക്കറ്റ് വാങ്ങിയത് എന്നുള്ളതും ചരിത്രമാണ്. അപ്പോൾ ഈ JRD ടാറ്റ ലക്ഷ്യം കണ്ടത് വിമാന സർവീസിലൂടെ നമ്മുടെ രാജ്യത്തിന് വലിയ കുതിച്ചുചാട്ടമുണ്ടാകും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ടാറ്റ എന്ന് പറയുന്ന എയർലൈൻസ് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാതൃക ചുവടുപിടിച്ച് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നിരവധി സ്വകാര്യ കമ്പനികൾ നമ്മുടെ വ്യോമയാന രംഗത്തേക്ക് കടന്നു. അന്ന് പൊതുമേഖലയിൽ യാതൊരു തരത്തിലുള്ള വിമാന കമ്പനികളും ഉണ്ടായിരുന്നില്ല. പിന്നീട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് 1953 ഈ വിമാന സർവീസുകളെ ദേശസാൽക്കരിച്ചു. അതിനൊരു നിയമം കൊണ്ടുവന്നു. എയർ കോർപ്പറേഷൻ ആക്ട് എന്നായിരുന്നു ആ നിയമത്തിൻ്റെ പേര്. അപ്പോൾ അതുപ്രകാരം ടാറ്റ അടക്കമുള്ള 9 സ്വകാര്യ കമ്പനികളെയാണ് ദേശസാൽക്കരിച്ചത്. അതിന് കാരണമായി പറഞ്ഞത് യുദ്ധം പോലെയുള്ള അടിയന്തര സാഹചര്യം വരുമ്പോൾ ഇന്ത്യൻ പൗരന്മാരെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ ഒരു സ്വകാര്യ കമ്പനികളെ ആശ്രയിക്കുന്നതിന് സർക്കാർ സംവിധാനത്തിന് പരിമിതിയുണ്ട്. ആ സ്വകാര്യ കമ്പനികളെ രാജ്യത്തിന് വേണ്ടി നിലനിർത്തുന്നതിന് പൊതുപണം ചെലവഴിക്കുന്നതിനും പരിമിതിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അന്ന് ഒരു സോഷ്യലിസ്റ്റ് സങ്കല്പമായിരുന്നല്ലോ, സർക്കാർ പണം ചെലവഴിക്കുന്നത് പൊതുമേഖലയ്ക്ക് വേണ്ടി ആകണം എന്നൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജവഹർലാൽ നെഹ്റു, രാക്ക് രാമാനം ഈ കമ്പനികളെ ദേശസാൽക്കരിച്ചുകൊണ്ട് തീരുമാനമെടുത്തതെന്നാണ് പറയപ്പെടുന്നത്. കാരണം രാക്ക് രാമാനം എന്ന് പറയാൻ കാരണം അന്ന് ഈ മേഖലയിലുള്ള ഏറ്റവും പ്രമുഖ വ്യവസായി JRD ടാറ്റയായിരുന്നു. അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ചുള്ള മുൻ സൂചനകളൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയ പരിഭവം ഉണ്ടായിരുന്നു. കാരണം താൻ സ്വന്തം മക്കളെ പോലെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സർക്കാരിന് കൈമാറാൻ അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടായിരുന്നു, വലിയ മനോവേദന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്ര സത്യം. അന്ന് JRD ടാറ്റയ്ക്ക് 2 വലിയ വിമാനങ്ങളും, അതായത് അന്താരാഷ്ട്ര സർവീസുകൾ നടത്താനുള്ള 2 വലിയ വിമാനങ്ങളും 11 ചെറിയ വിമാനങ്ങൾ, ഡെക്കോട്ട സീരീസിൽപ്പെട്ട 2 ചെറിയ വിമാനങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് രാജ്യത്തുടനീളം സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതടക്കം 9 സ്വകാര്യ കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു നിയമത്തിലൂടെ 2 വിമാന കമ്പനികളെ രൂപീകരിച്ചു. അതൊന്ന് എയർ ഇന്ത്യ, മറ്റൊന്ന് ഇന്ത്യൻ എയർലൈൻസ്. എയർ ഇന്ത്യ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് വേണ്ടിയും ഇന്ത്യൻ എയർലൈൻസ് ആഭ്യന്തര സർവീസുകൾക്ക് വേണ്ടിയിട്ടുമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറയുന്നത് അന്തർദേശീയ സർവീസുകളായതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ എന്ന് പറയുന്നത് അന്തർദേശീയ സർവീസ് ആയതുകൊണ്ട് അത്യാവശ്യം വലിയ വിമാനങ്ങൾ അതിലും, ഇന്ത്യൻ എയർലൈൻസ് ആഭ്യന്തര സർവീസുകളായതുകൊണ്ട് ചെറിയ തരത്തിലുള്ള വിമാനങ്ങൾ അതിലും ഉൾപ്പെടുത്തി. ഈ 2 സർവീസുകളും അത്യാവശ്യം വലിയ തരക്കേടില്ലാണ്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ JRD ടാറ്റയ്ക്ക് ഇതിൽ വലിയ മനോവിഷമമുണ്ടായി. പക്ഷേ ജവഹർലാൽ നെഹ്റു അതിനൊരു പ്രായശ്ചിത്തം ചെയ്തിരുന്നു. ഈ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് അല്ലെങ്കിൽ എയർ ഇന്ത്യ ഇതിൻ്റെയൊക്കെ ചെയർമാൻ സ്ഥാനത്തേക്ക് JRD ടാറ്റയെ തന്നെയാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം ഇന്ത്യയുടെ സ്വന്തം വിമാന കമ്പനി എന്ന രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വളരെ അഭിവാജ്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ചെയർമാനായി നിയമിച്ചത്. പക്ഷേ രാജ്യസ്നേഹിയായ JRD ടാറ്റ 10 പൈസ പോലും അതിന് പ്രതിഫലം വാങ്ങാതെയാണ് 1953 മുതൽ 78 വരെ ഈ ചെയർമാൻ പദവിയിൽ ഇരുന്നത്. പക്ഷെ അവിടെയും ഒരു ദുഃഖകരമായൊരു സംഗതി ഉണ്ടായി. 78 എയർ ഇന്ത്യയുടെ ഒരു ബോയിങ് വിമാനം തകർന്ന് 213 പേർ മരിച്ചൊരു സാഹചര്യം ഉണ്ടായി. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി ഇതിന് ഉത്തരവാദി എന്ന തരത്തിൽ ഇതിൻ്റെ ചുമതലക്കാരനായിരുന്ന ചെയർമാനായിരുന്ന JRD ടാറ്റയെ അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് നീക്കം ചെയ്തു. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിന് വലിയ മനോവിഷമം ഉണ്ടായി. പക്ഷേ അന്ന് അധികാരത്തിലില്ലാതിരുന്ന ഇന്ദിരാഗാന്ധി JRD ടാറ്റയ്ക്ക് ഒരു കത്തയച്ച് അദ്ദേഹത്തോടുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്തു. പിന്നീട് പ്രധാനമന്ത്രി ആയി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ JRD ടാറ്റയെ വീണ്ടും എയർ ഇന്ത്യയുടെ ചുമതലയിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രവും കൂടിയുണ്ട്. ഇതൊരു പഴയകാല ചരിത്രമാണ്. അതിനുശേഷം എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും വലിയ രീതിയിൽ മുന്നോട്ട് പോയി. പിന്നീട് ഈ 2 കമ്പനികളെയും കൂടി ഒന്നിപ്പിക്കാൻ ഒരു തീരുമാനമെടുത്തത്. അത് 2011 അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിൻ്റെ കാരണം
മറ്റ് വിദേശ കമ്പനികളുമായിട്ട് കിടമത്സരം നടത്താൻ ഈ രണ്ട് കമ്പനികളെയും കൂടി ഒന്നിച്ച് ഒറ്റ കമ്പനിയാക്കുന്നത് നന്നായിരിക്കും എന്നൊരു തോന്നൽ ഉണ്ടായി. അപ്പോൾ അതിനുവേണ്ടി പഠനത്തിന് നിയോഗിച്ച മെക്കൻസി എന്ന് പറയുന്ന അതിൻ്റെ സാധ്യതാ പഠനം നടത്തിയ കമ്പനി 1000 കോടി രൂപ വരെയുള്ള ഒരു ലാഭം ഇതിലൂടെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടും കൊടുത്തു. അപ്പോൾ ഇതുവഴിയാണ് ഈ രണ്ട് കമ്പനികളെയും കൂടി ഒന്നിപ്പിച്ചുകൊണ്ട് ഒറ്റ കമ്പനി ആക്കാനായിട്ടുള്ള തീരുമാനമെടുത്തത്. പക്ഷേ പ്രശ്നം അതിനുശേഷമാണ് ഉണ്ടായത്. അതുവരെ രണ്ട് കമ്പനികളും അത്ര വലിയ ലാഭകരമല്ലെങ്കിലും തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ കമ്പനികളെ ഒന്നിപ്പിച്ചതിന് ശേഷം വലിയ പ്രശ്നങ്ങളുണ്ടായി. കാരണം ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറയുന്ന ആഭ്യന്തര സർവീസും മറ്റത് അന്തർദേശീയ സർവീസുമാണ്. അപ്പോൾ രണ്ട് സ്ഥാപനത്തിലും ജോലി ചെയ്തിരുന്ന ജീവനക്കാർ തമ്മിൽ വലിയ ശമ്പള കാര്യത്തിലടക്കം വലിയ അന്തരമുണ്ട്, കിടമത്സരം ഉണ്ടായിരുന്നു. അത് ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കാര്യമായി ബാധിച്ചു. അറ്റകുറ്റപ്പണിയടക്കം കൃത്യമായി നടത്താൻ പറ്റാതെ ഈ കമ്പനി വലിയ രീതിയിലുള്ള ഒരു നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയും വന്നു. അപ്പോൾ ഈ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എയർ ഇന്ത്യയിൽ നിന്നും അതിൻ്റെ സഹസ്ഥാപനമായ എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നും വളരെ വൈകാരികമായുള്ള ദൃശ്യങ്ങളും മറ്റുമൊക്കെ പ്രചരിച്ചത്. കാരണം അതിൻ്റെ സമയനിഷ്ഠയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ പ്രശ്നമുണ്ടായ ഒരു സമയം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രതിസന്ധിയിലോട്ട് ഈ സ്ഥാപനം കൂപ്പുകുത്താനായിട്ടുള്ള കാരണം ഈ രണ്ട് കമ്പനികളെയും കൂടി ഒന്നിച്ച് എയർ ഇന്ത്യ എന്ന രീതിയിൽ മാത്രമാക്കിയപ്പോൾ 111 പുതിയ വിമാനങ്ങളടക്കം അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യത അന്ന് പൊതുമേഖല ആയതുകൊണ്ട് സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ വലിയ രീതിയിൽ ഇത് കടത്തിലേക്ക് പോയി. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഈ എയർ ഇന്ത്യക്ക് ഇത് 2022 ഇത് സ്വകാര്യവൽക്കരിക്കുന്ന ഒരു അവസ്ഥ വന്നു. കാരണം സർക്കാരിൻ്റെ ഷെയറുകളടക്കം ടാറ്റ, അതായത് അത് ബിഡിങ് നടത്തി, ലേലം ടെൻഡർ നടത്തി, അതിൽ ടാറ്റയാണ് അതിൽ യോഗ്യത ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റു പല കമ്പനികളും ആ രംഗത്തേക്ക് ഉണ്ടായിരുന്നാൽ ടാറ്റയ്ക്കാണ് ഇതിന് അവസരം കിട്ടിയത്. അപ്പോൾ ഉണ്ടായിരുന്ന ബാധ്യത 61,562 കോടി രൂപയായിരുന്നു എയർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഏതാണ്ട് 30-ലധികം വിമാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനാകാത്തത് കൊണ്ട് സർവീസുകൾ പലപ്പോഴും താളം തെറ്റുന്ന അവസ്ഥയും വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ഇവർ ചെയ്തത് ഒരു ഉപാധി വെച്ചു. മൊത്തം 18,000 കോടി രൂപയ്ക്കാണ് ടാറ്റ ഇത് ഏറ്റെടുത്തത്. അതിൽ 2,700 കോടി രൂപ റെഡി ക്യാഷായിട്ട് കൊടുക്കുകയും 15,300 കോടി ഈ എയർ ഇന്ത്യയുടെ ബാധ്യതകൾ ടാറ്റ ഏറ്റെടുക്കുകയും ചെയ്തു. ബാക്കി പോയിട്ട് ഏതാണ്ട് 46,000 കോടി രൂപ സർക്കാർ തന്നെ ഏറ്റെടുക്കുകയും പിന്നീട് അത് കൊടുത്തു തീർക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനുശേഷം വലിയ രീതിയിലുള്ള നവീകരണ പരിപാടികൾ എയർ ഇന്ത്യയിൽ നടപ്പിലാക്കി. ഒരു വ്യവസ്ഥയോടുകൂടിയാണ് ഈ കൈമാറ്റം നടന്നത്. ഇതിൽ ഈ പല ജീവനക്കാരും ഒരു സർക്കാർ സർവീസ് എന്നതുപോലെയായിരുന്നു. പല ജീവനക്കാരും പ്രായാധിക്യമുള്ളവരായിരുന്നു. ഇപ്പോൾ ഒരു സ്വകാര്യവൽക്കരണം നടപ്പാക്കുമ്പോൾ പലരെയും പിരിച്ചുവിടുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചിരുന്നു, 1 വർഷത്തേക്ക് പിരിച്ചുവിടൽ നടപടികൾ ഉണ്ടാകാൻ പാടില്ല. ടാറ്റ അത് അനുസരിക്കുകയും 1 വർഷത്തിന് ശേഷം VRS പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ 4,000-ഓളം വരുന്ന ജീവനക്കാർ, 40 വയസ്സ് പിന്നിട്ട 4,000-ഓളം വരുന്ന ജീവനക്കാർ VRS എടുത്ത് ഈ എയർ ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും അതിനുശേഷം 4,000 പോയതിന് പകരം ഫ്രഷേഴ്സ് ആയിട്ടുള്ള 5,000 പേരെ, പൈലറ്റുമാരടക്കം ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കമുള്ള 5,000-ഓളം പേരെ ടാറ്റ ഈ കമ്പനിയിലേക്ക് നിയമിക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ പിന്നീട് നടപ്പിലാക്കി. വിമാനങ്ങളുടെ എണ്ണത്തിലുള്ള കുറവാണ് പ്രശ്നമെങ്കിൽ ഏതാണ്ട് 470-ഓളം പുതിയ വിമാനങ്ങൾ ടാറ്റ വന്നതിന് ശേഷം വാങ്ങാനായിട്ടുള്ള ധാരണയും കരാറും ഒക്കെ ആയി കുറേയൊക്കെ വരികയും ചെയ്തു. ഇതിനോടകം എയർബസിൻ്റെയും ബോയിങ്ങിൻ്റെയൊക്കെ അടക്കം. ഇതുകൂടാതെ ടാറ്റയുടെ സ്വന്തം കമ്പനിയായ വിസ്താരയുടെ കീഴിൽ ഏതാണ്ട് 77-ഓളം വിമാനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ എയർ ഇന്ത്യയുടെ കീഴിൽ ഒറ്റ പേരിലായി പിന്നീട് സർവീസുകൾ തുടങ്ങാൻ പോയത്. അറ്റകുറ്റപ്പണി നടത്താനുണ്ടായിരുന്ന വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി. ആ വിമാനങ്ങളുടെയൊക്കെ ഇൻറ്റീരിയർ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തി. സീറ്റിങ്ങും മറ്റ് അലങ്കാരങ്ങളും എല്ലാം മെച്ചപ്പെടുത്തി. ഇൻഫോർടൈൻമെൻറ്റ്, ഇപ്പോൾ ദീർഘദൂര യാത്രകളിലൊക്കെ മുഷിപ്പുണ്ടാകാതിരിക്കാൻ ഈ സീറ്റിൻ്റെ പുറകിൽ ഘടിപ്പിച്ചിരിക്കുന്ന TV സ്ക്രീൻ പോലുള്ള സംവിധാനങ്ങൾ, ഗെയിമിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം വേണ്ടി മാത്രം $400 മില്യൺ ടാറ്റ ചെലവഴിച്ചത്. ആ രീതിയിൽ ഇപ്പോൾ ഈ നമ്മുടെ ഒരു കാലത്ത് വലിയ പഴി കേട്ടുകൊണ്ടിരുന്ന എയർ ഇന്ത്യ വലിയ രീതിയിൽ ഇപ്പോൾ ജനകീയ പ്രസ്ഥാനമായിട്ട് മാറുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ ജീവനക്കാരെ മെച്ചപ്പെടുത്തണമല്ലോ, പഴയ ജീവനക്കാർ. അവർക്ക് ഈ എയർ ഇന്ത്യയിൽ ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസിനും 25% ഓഹരി പങ്കാളിത്തം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ സിംഗപ്പൂർ എയർലൈൻസുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള പരിശീലന പരിപാടികളും ഇവർ നടപ്പിലാക്കിയതിന് ശേഷമാണ് ഈ രീതിയിൽ നവീകരണം വന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രായച്ചിത്തം എന്ന പോലെ
ഒരു കാലത്ത് ടാറ്റയുടെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം പിടിച്ചെടുത്ത ഈ വിമാന സർവീസ് പിന്നീട് ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്നതുപോലെ ടാറ്റയ്ക്ക് തന്നെ തിരിച്ച് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. ആ ടാറ്റ ആ പറയുന്ന പ്രസ്ഥാനത്തെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന് മുമ്പ് ഉണ്ടായിരുന്ന പേരുദോഷമെല്ലാം അവർ മായ്ച്ചു കളയുന്ന ഒരവസ്ഥയിൽ വരുന്നു. അപ്പോൾ ടാറ്റ എന്ന് പറയുന്ന കമ്പനിയെ ഞാൻ പറഞ്ഞത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യ ഫസ്റ്റ് എന്ന നിലപാടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് ചിലപ്പോഴൊക്കെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടെടുക്കും. പക്ഷേ ടാറ്റയുടെ കാര്യത്തിൽ കാര്യങ്ങൾ ആ വിധമല്ല. എയർ ഇന്ത്യയുടെ അനുഭവം അതാണ്.